ഹായ് ഓൾ, വെൽക്കം ടു പ്രപ്പോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് സ്റ്റുഡൻസിന് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് CUET UG 2023 അപ്ലിക്കേഷൻ ബോർഡിലൊക്കെ വന്നു, പക്ഷേ വി ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഏത് കോഴ്സ്, ഏത് കോളേജ്, അല്ലെ ഏത് യൂണിവേഴ്സിറ്റി, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പോൾ ഇതെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോരോ സെഷൻസിലും CUET Samarth.ac.in എന്ന സൈറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും കുറേ ആൾക്കാർക്ക് ചെറിയ ചെറിയ സംശയങ്ങളാണെങ്കിൽ തന്നെയും ഓരോ വട്ടവും കയറി നോക്കേണ്ടതുണ്ടോ? CUET Samarthനെ പറ്റിയുള്ള സംശയങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻസിലെല്ലാം രേഖപ്പെടുത്തുക. അതുപോലെ അക്കാഡമിക് കൗൺസിലർ എല്ലാം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ചുള്ള സെഷൻസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. അതുകൊണ്ട് CUET Samarth എങ്ങനെ യൂസ് ചെയ്യാം, വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, വളരെ ഷോർട്ട് സെഷൻ ആയിരിക്കും ഇത്. കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോഴ്സുകൾക്കും എല്ലാ യൂണിവേഴ്സിറ്റികളും ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇത് ഇങ്ങനെ ചെയ്യാം. എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രൊസീജിയർ, അതുപോലെ യൂണിവേഴ്സിറ്റീസും എലിജിബിലിറ്റിയും ഒക്കെ എവിടെ കാണാൻ സാധിക്കും എന്നുള്ള വളരെ ബേസിക് ആയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് സെഷൻ മൊത്തം കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ, CUET UG 2023 ഫില്ല് ചെയ്യാൻ വേണ്ട CUET Samarthലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലത്തെ CUET UG അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം തന്നെ CUET UGയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഷെയറും ചെയ്യുക. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പോകേണ്ട എങ്ങോട്ടാണ്? നമ്മുടെ പ്രധാനപ്പെട്ട സൈറ്റിലേക്കാണ്. ഇതാണ് നമ്മുടെ CUET Samarth സൈറ്റ്. സോ ഇങ്ങനെ തന്നെ ഈ ഒരു അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ CUET.Samarth.ac.in. ഇവിടെ കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരിക ഇവിടെയാണ്. ഓക്കെ, സോ ഈ ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സിലൊന്നും കാര്യമായിട്ട് ഒന്നും പൊതുവേ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇവിടെ വന്നിരിപ്പുണ്ട്. അതായത് 2023 എക്സാം അനൗൺസ് ചെയ്തു, അപ്ലിക്കേഷൻ ബോർഡിലെല്ലാം സ്റ്റാർട്ട് ആയതിനെ തുടർന്ന് ഇവിടെ 9 ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്ലിക്കേഷൻ പ്രോസസ്സ് 12 മാർച്ചിൽ എൻഡ് ചെയ്യുന്നു എന്നുള്ള ഡേറ്റ് കാണാം. ന്യൂസ് ആൻഡ് ഇവൻറ്റ്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പബ്ലിക് നോട്ടീസിൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും ഇവിടെ കാണാനും സാധിക്കും. ഓക്കെ, ഇത് ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന കാര്യം. പിന്നെ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഇവിടെയാണ് പോകേണ്ടത്. സൈൻ ഇൻ ചെയ്യുന്നതിനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID അതുപോലെ ഒരു പാസ്വേഡ് ലഭിക്കും. അത് വെച്ച് ഇവിടെ സൈൻ ഇൻ ചെയ്യുക. ആപ്ലിക്കേഷൻ പ്രോസസ്സ് മൊത്തം നമ്മൾ ഒരു മണിക്കൂർ സമയം എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താഴെ സെഷൻസിൽ ഒരുപാട് സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്താണ്. സോ ലെങ്തി ആണെന്ന് കരുതി നിങ്ങൾ കാണാതിരിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഭൂരിഭാഗം സമയവും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് വന്നിട്ടുള്ള സംശയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. സോ നിങ്ങൾക്കുള്ള സംശയങ്ങളും അല്ലെങ്കിൽ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒരുപക്ഷെ അതിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ആ സെഷനും മിസ് ഔട്ട് ചെയ്യാതിരിക്കാം. ഇനി നമ്മൾ പോകേണ്ടത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വേണ്ടവർക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിനിലേക്ക് പോകാം. ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഏത് കോഴ്സ് എനിക്ക് എടുക്കണം? അതിന് ആക്ച്വലി CUET Samarthil കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. കോഴ്സ് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് കെമിസ്ട്രി ആണെന്ന് കരുതുക, BSc കെമിസ്ട്രി. അങ്ങനെ BSc കെമിസ്ട്രി വേണം, പക്ഷെ എവിടെ വേണം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവും. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കണം, അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതേ ഉള്ളൂ. സപ്പോസ് ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മാത്രമേ അറിയൂ, അവിടുത്തെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയെങ്കിലും അതിനുമുള്ള ഓപ്ഷൻസ് CUET Samarthil പോസിബിൾ ആണ്. പക്ഷേ ഈ കോഴ്സുകൾ അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അറിഞ്ഞിരിക്കുക മാത്രമല്ല നമുക്ക് ആവശ്യം. കോഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ CUETക്ക് അതിൽ എന്തൊക്കെ ചോദിക്കും, പരീക്ഷയുടെ സിലബസ് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ സിലബസിലേക്ക് വരാം. നിങ്ങളൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിലബസിലേക്ക് വരാം. ഞാനിപ്പോൾ പറഞ്ഞ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇതാണ് കെമിസ്ട്രിയുടെ സിലബസ് ആയിട്ട് വരുന്നത്. ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം കെമിസ്ട്രി കയറി കഴിഞ്ഞാൽ നിങ്ങൾ സിലബസ് എടുക്കുക. ഇതിൽ ഈ ഒരു പാറ്റേൺ ആസ് ഓഫ് നൗ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇത് പഴയ സിലബസ് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ സിലബസിൽ മാറ്റം ഉണ്ടായിട്ടില്ല, പക്ഷേ പാറ്റേണിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് മാറിയേക്കാം. ഇനി കൂടുതൽ ഡീറ്റെയിൽസ്, ഓരോ എക്സാമിന് എത്ര ടൈം വരും എന്നുള്ള, അല്ലെങ്കിൽ ഓരോ എക്സാമിലും എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വന്നാലേ നമുക്ക് ഇത് തന്നെയാണെന്ന് പറയാൻ സാധിക്കൂ. നിലവിൽ എന്തായാലും ഇതാണ് സിലബസ്. അപ്പോൾ സിലബസ് നോക്കി എത്ര യൂണിറ്റ് ഉണ്ട്, യൂണിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയ ശേഷമേ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇതിൽ ആവശ്യമുള്ളത് എടുക്കുക. ഇനി ഇതിൽ കാണാത്ത പോർഷൻസ് നിങ്ങൾക്ക് ലെഫ്റ്റ് ഔട്ട് ചെയ്യാം. കാരണം ഇതാണ് നിങ്ങളുടെ CUET UG 2023 കെമിസ്ട്രിയുടെ സിലബസ്. സോ എല്ലാവരും സിലബസ് ചെക്ക് ചെയ്യുക, ഇഷ്ടമുള്ള കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ. സോ സിലബസ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാകാം. ഓക്കെ, സോ ഇങ്ങനെയാണ് സിലബസ് ചെക്ക് ചെയ്യുക. ഓരോ സിലബസും കൊടുത്തിട്ടുണ്ട്. PDF കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി യൂണിവേഴ്സിറ്റീസിലേക്ക് വരുമ്പോൾ ഇതാണ് പലർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഏതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. കാരണം 10-44 യൂണിവേഴ്സിറ്റി ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ
ഇവിടെ കൃത്യമായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് യൂണിവേഴ്സിറ്റികളാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. CUET UG 2023 അതിൽ പങ്കെടുക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ എടുത്ത് നോക്കാവുന്നതാണ്. ഞാൻ താഴോട്ട് പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ കണ്ടോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടോ, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സെഷൻ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല, ബട്ട് സ്റ്റിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. വളരെ കോഴ്സുകളൊക്കെ തന്നെ വളരെ ഇൻ ഡിമാൻഡുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവയാണ്. സോ ഫ്രം അവർ എക്സ്പീരിയൻസ് അതുപോലെ പ്രപ്പോസ് പറയുന്ന പ്രകാരം നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അവസാനം പോയാൽ മതിയാവും. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സെൻട്രൽ, ഡീംഡ്, അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ, കാരണം 44ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതിൽ തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച 10 സർവകലാശാലകൾ എടുത്തു കഴിഞ്ഞാൽ 4 എണ്ണം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അതുകൊണ്ട് തന്നെ ആ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ചിലപ്പം അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. സോ ഇവിടെ ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഇന്ന കാറ്റഗറിയിൽ പെടുന്നവയാണെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ എനിക്ക് അറിയേണ്ടത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രിയെ പറ്റിയാണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ F അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം കെമിസ്ട്രി ഉണ്ടോ. ഇവിടെ 27 സെർച്ചില്ലെങ്കിലും കെമിസ്ട്രി വരുന്നുണ്ട്. സോ ബയോളജിക്ക് ആയിക്കോട്ടെ ഫിസിക്സിനായിക്കോട്ടെ എല്ലാത്തിനും കെമിസ്ട്രി എഴുതാൻ അവർ പറയുന്നുണ്ട്. നോക്കാം, താഴേക്ക് നമ്മുടെ BSc കെമിസ്ട്രിയും എത്താതിരിക്കില്ല. കെമിസ്ട്രി കാണാനില്ല. അതിൽ എന്ത് മനസ്സിലാക്കാം, ഇങ്ങനൊരു കോഴ്സ് ഇവിടെ UGക്ക് പഠിക്കാൻ ഇല്ല. BSc ഓണേഴ്സ് മാത്തമാറ്റിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഫുഡ് ടെക്നോളജി ഉണ്ട്. ഇതിനെല്ലാം കെമിസ്ട്രി ആവശ്യമാണ് കേട്ടോ. ബാച്ചലർ ഓഫ് വൊക്കേഷണൽ പ്രോഗ്രാംസ് ഇൻ അഗ്രി ബിസിനസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, അതിനും കെമിസ്ട്രി ആവശ്യമാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കെമിസ്ട്രി ആവശ്യമാണ്. ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ് ആവശ്യമാണ്. പക്ഷേ ആസ് സച്ച് കെമിസ്ട്രി പ്രോഗ്രാം BHUവിൽ ഇല്ല എന്നുള്ളത് ക്ലിയർ ആയി. സോ ഇത്രയും ചെയ്താൽ തന്നെ ഇവിടെ കോഴ്സ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം ക്ലിയർ ആയി. ഇതിപ്പോൾ BHU വളരെ വലിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സെർച്ച് ചെയ്യേണ്ടി വന്നത്. മറ്റു പല യൂണിവേഴ്സിറ്റികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം കോഴ്സുകൾ അവർ കൊടുക്കുന്നില്ല. സോ നമുക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. സോ അവിടെ യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ട് വരും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഹൈദരാബാദ് പോവാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എടുക്കുന്നു. നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും കൺട്രോൾ F ഞെക്കുന്നു. കെമിസ്ട്രി വന്നിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MScയിൽ മാത്തമാറ്റിക്കൽ സയൻസ് എഴുതേണ്ടി വരുന്ന പേപ്പറുകളുടെ എണ്ണമാണ് ഇത്. അതിലേക്ക് ഞാൻ വരാം. ആദ്യം നമുക്ക് കോഴ്സ് കണ്ടുപിടിക്കണ്ടേ. സോ കെമിസ്ട്രി എത്തി. സോ യു ക്യാൻ സി ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിലുള്ളത് നിങ്ങൾ എഴുതേണ്ടുന്ന ഡൊമൈനുകളാണ്. ഈ കോളത്തിൽ കാണുന്നത് നിങ്ങൾ എഴുതേണ്ടുന്ന ഡൊമൈനുകളാണ്. ഡൊമൈൻ, ജനറൽ, ഓപ്ഷണൽ, ലാംഗ്വേജസ്, മാപ്പ് ടു ദി പ്രോഗ്രാംസ്. ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾ നിർബന്ധമായും എഴുതിയേ മതിയാവൂ. സോ ഇവിടെ നോക്കുക, ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രിയിലേക്ക് പോകണമെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജി, ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന കോഴ്സിന് നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾ എഴുതണം എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൊടുത്തിരിക്കുന്ന വിഷയങ്ങളുടെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ കോളേജിലേക്ക് അല്ലെങ്കിൽ ഇൻ ജനറൽ നിങ്ങൾ അഡ്മിറ്റഡ് ആവണമെങ്കിൽ, ഇതിലിപ്പം നിങ്ങൾ എല്ലാത്തിലും 100% നേടിയാലും ഈ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. നിങ്ങൾക്ക് അവിടെ ആ ഒരു കോളേജിൽ, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ആ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്താണ് ഇവിടുത്തെ ബേസിക് എലിജിബിലിറ്റി? ഇത് യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി ആണ്. ഇത് സബ്ജക്ട് സ്പെസിഫിക് അല്ല. കാര്യമായി പറയുകയാണ്, കണ്ടോ, ഇത് യൂണിവേഴ്സിറ്റിയുടെ സ്പെസിഫിക് എലിജിബിലിറ്റി ആണ്. ഇത് മീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ, ഇത് പരിഗണിച്ച ശേഷമേ ഈ സ്കോറുകളെല്ലാം തന്നെ പരിഗണിക്കുകയുള്ളൂ. സോ ഇത് ബേസിക് ക്രൈറ്റീരിയ ആണ്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. ബേസിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തിടത്തോളം നിങ്ങളുടെ ബാക്കിയുള്ള യാതൊരുവിധ മെറിറ്റും അവർ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഇവിടെ +2ൽ 60% മാർക്കെങ്കിലും സയൻസ് സബ്ജക്ട്സിൽ നേടിയവർക്ക് മാത്രമേ ഈ വിഷയങ്ങളിൽ നല്ല മാർക്ക് നേടിയാൽ പോലും യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രിക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അവിടെ 55 ഉള്ളൂ. പക്ഷേ നിങ്ങളിവിടെ എല്ലാത്തിലും 100 നേടിയിട്ടും കാര്യമില്ല. സോ 60% എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉറപ്പാണ് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ആ ഒരു മാർക്കെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ്. ബട്ട് നിങ്ങളിത് നോക്കുക, പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ വേണേൽ ഏജിൻ്റെ ക്രൈറ്റീരിയ പറയാം. അത് ഓൾസോ ഈ കാണുന്നതൊക്കെ റിമാർക്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നോക്കുക, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ UOH ഈസ് ഇംഗ്ലീഷ്. സ്റ്റുഡൻറ്റ് അഡ്മിറ്റഡ് ടു ലാംഗ്വേജ് കോഴ്സസ് 2 ആർ റിക്വയർഡ് ടു ഡു സർട്ടൻ യൂണിവേഴ്സിറ്റി ലെവൽ മാൻഡേറ്ററി കോഴ്സസ് ആൻഡ് എലക്റ്റീവ് ദാറ്റ് ആർ ടോട്ട് ഇൻ ഇംഗ്ലീഷ് മീഡിയം. ഹെൻസ് ഇംഗ്ലീഷ് ഈസ് കമ്പൽസറി ഫോർ ഓൾ പ്രോഗ്രാംസ്. എല്ലാ പ്രോഗ്രാംസിനും ഇംഗ്ലീഷ് കമ്പൽസറി ആണെന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളും ആവശ്യപ്പെടുന്ന സെക്ഷൻ 1 നിന്ന് എഴുതാൻ ആവശ്യപ്പെടുന്ന ഇംഗ്ലീഷാണ്. കാരണം ഒട്ടുമിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും
മീഡിയം ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അത് തന്നെയാണ് അവരോട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നോക്കുക, ഫോർ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC, ST ആൻഡ് ഡിഫറെന്റ്ലി ഏബിൾഡ് കാറ്റഗറീസ് ദ മിനിമം എലിജിബിലിറ്റി ഈസ് പാസ് ഇൻ ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ. സോ ഇത് യൂഷ്വൽ ആയിട്ടുള്ള, അതായത് ജനറൽ, EWS, OBC, NCL കാറ്റഗറിയിൽ സ്റ്റുഡൻസിനാണ്. ബാക്കിയുള്ള SC, ST അതുപോലെ PWBD, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി കാറ്റഗറി, അതുപോലെ തേർഡ് ജെൻഡർ കാറ്റഗറിയിലെല്ലാം വരുന്ന സ്റ്റുഡൻസിനായിട്ട് ഇവിടെ പാസ് ആയാൽ മാത്രം മതി ക്വാളിഫയിങ് എക്സാമിനേഷൻ, അഥവാ +2 എക്സാമിനേഷനിൽ പാസ് മാർക്ക് മാത്രം ലഭിച്ചാലും അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വിഷയങ്ങളിൽ നല്ല മാർക്ക് നേടിയാൽ ഒരു അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ വരികയാണെങ്കിൽ ഹൈദരാബാദ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പഠിക്കണം, ബയോളജി ആണെങ്കിലും മാത്സും പഠിക്കണം. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിക്കും നിങ്ങൾ ആദ്യം 1-2 വർഷം. അതിനുശേഷമേ നിങ്ങൾ പിന്നെ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നുള്ളൂ. സോ അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ എഴുതുക, ഇതിലൊക്കെ മിനിമം ഒരു നോളജ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. യൂണിവേഴ്സിറ്റിയുടെ ചുമതല ആയതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതേണ്ടി വരുന്നത്. സോ ഇത്രയുമാണ് ബേസിക്കലി പറയാനുള്ളത്. എങ്ങനെ CUET സമർത്ഥ, അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം നിങ്ങളുടെ കോഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിൻ്റെ സിലബസ് നോക്കി വെക്കുക, എന്നിട്ട് ഈ കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ആ യൂണിവേഴ്സിറ്റിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ വരുന്ന എഴുതേണ്ടുന്ന പരീക്ഷകളാണ് തേർഡ് കോളത്തിലുള്ളത്. ഇനി മിനിമം എലിജിബിലിറ്റി അല്ലെ ബേസിക് എലിജിബിലിറ്റി എന്നുള്ളതാണ് 4ാമത്തെ കോളത്തിലുള്ളത്. എന്ന് വെച്ച് ഇത് രണ്ടും വായിച്ച് പോകരുത്, റിമാർക്സ് കൂടെ നോക്കുക. എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് റിമാർക്സിൽ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് കണ്ടുപിടിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആ ഒരു പ്രൊസീജിയർ പറയാം. കോഴ്സ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ സിലബസ് മനസ്സിലാക്കുന്നു, ആ കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഒന്ന് നോക്കുന്നു. യൂണിവേഴ്സിറ്റി ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിൻ്റെ എഴുതേണ്ടുന്ന പേപ്പർ ഏതൊക്കെയാണ്, ഏതൊക്കെ ഡൊമൈൻ പേപ്പറുകൾ എഴുതണം, ജനറൽ ടെസ്റ്റ് എഴുതേണ്ടതുണ്ടോ, ഏതൊക്കെ ലാംഗ്വേജ് ടെസ്റ്റുകളാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. ഫോർത്ത് എന്താണ്, എലിജിബിലിറ്റി ഫോർ ദ പ്രോഗ്രാം. 4ാമത്തെ കോളം നോക്കിയിട്ട് പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി തിരിച്ചറിയുക. എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. ചിലത്തിൽ ഏജ് വന്നേക്കാം, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്ത് പറയുന്നത്. സോ അങ്ങനെ ആരെങ്കിലും 10-22 വയസ്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അല്ലാത്തവരെ സംബന്ധിച്ച് ഏജ് ഒന്നും ഒരു വിഷയമാവാൻ പോകുന്നില്ല. സോ എലിജിബിലിറ്റി ഫോർ ദ പ്രോഗ്രാം അത് കഴിഞ്ഞാൽ തീർന്നിട്ടില്ല. ഫൈനലി നമ്മൾ റിമാർക്സിലും പോയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി മൊത്തം കഴിഞ്ഞു. അത് മൊത്തം മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ കോഴ്സ് ഏതൊക്കെ പേപ്പർ എഴുതണം. സോ മേക്ക് എ ലിസ്റ്റ്. ആ ലിസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ CUET UG 2023 ആപ്ലിക്കേഷൻ ബോർഡിൽ കയറിയ ശേഷം നിങ്ങളുടെ പേപ്പറുകൾ ചൂസ് ചെയ്യാനും ഫീസ് അടയ്ക്കാനും എല്ലാം തന്നെ. സോ ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അത് ഉണ്ടാക്കാൻ ചിലപ്പോൾ 1-2 ദിവസം എടുത്തേക്കാം, ഒരു കുഴപ്പവുമില്ല. ആ ലിസ്റ്റ് ഇല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എത്ര നേരത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങളുടെ പ്രിപ്പറേഷനെയോ നിങ്ങളുടെ ഒരു രീതിയിലും ഫ്യൂച്ചറിനെയോ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാവണം. ആ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള സിലബസും അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് പഠിക്കാം എന്നുള്ള ഒരു കാര്യം കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രം അതിൻ്റെ എലിജിബിലിറ്റിയും അതുപോലെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയയും എല്ലാം ഫുൾഫിൽ ചെയ്ത് എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കി ഒരു ടേബിൾ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ച ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലിക്കേഷൻ പ്രൊസീജിയറുമായിട്ട് അപ്ലിക്കേഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ. സോ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം നിങ്ങൾ ഏതൊക്കെ ഡൊമൈനുകൾ എഴുതണം. ബിക്കോസ് ഒരു വട്ടം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മാറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് കറക്ഷൻ വിൻഡോയിലാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ കൊണ്ടുവരാൻ സാധിക്കുക. സോ ഹോപ്പ്ഫുള്ളി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്ഷൻ വിൻഡോയിൽ പൊതുവെ മാറ്റാൻ പറ്റാറുണ്ട്. എടുക്കുന്ന ഡൊമൈനുകളും അതുപോലെ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും എല്ലാം തന്നെ നമുക്ക് മാറ്റാൻ പറ്റാറുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്സ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കോഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചുള്ള എലിജിബിലിറ്റി മനസ്സിലാക്കുക, റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൃത്യമായി മനസ്സിലാക്കുക, അതിനുശേഷം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ CUET സമർ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്രയും ഈസി ആയിട്ട് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഓരോ യൂണിവേഴ്സിറ്റി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവരുടെ സൈറ്റ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും വളരെ ഈസിയാണ്. എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി എന്ന് അറിയുന്നതിനായിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോവാം. അതിൽ അവരുടെ NIRF റാങ്കിങ്ങും അതുപോലെ NIAC സ്കോറും എല്ലാം തന്നെ ഉണ്ടാകും, ഗ്രേഡും എല്ലാം തന്നെ അവിടെ ഉണ്ടാവും. സോ അതും നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് കുറെ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? കുറെ ഇമേജസും കുറെ പരിപാടികളും ഉണ്ട് ഇതിൽ. സോ നല്ലൊരു സൈറ്റ് തന്നെയാണ്. അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ, മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ പഴയ ന്യൂസൊക്കെ കാണാം. പക്ഷേ അത്യാവശ്യം ഇപ്പം പരീക്ഷ ആയ സ്ഥിതിക്ക് അവരെന്തായാലും ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയും കയറി ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇത്രയുമാണ് ഈ സെഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ ക്ലാസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, മെന്ററിംഗ് ആയിക്കോട്ടെ, കണക്ടർ, അക്കാഡമിക് കൗൺസിലർ, ഇനി അതല്ല CUET സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം, യൂണിവേഴ്സിറ്റി സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം. അതിനും അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.